എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണ കലാരൂപമല്ല. അതായത് ഇതിപ്പോൾ ശാസ്ത്രീയ കലയാണ്. അതുമാത്രമല്ല, ശാസ്ത്രീയ കലയിൽ വെച്ച് ഏറ്റവും പ്രയാസം കൂടിയിട്ടുള്ള കലയാണ്. അതായത് ഇത് ആംഗിക ഭാഷയാണല്ലോ, വാചിക ഭാഷയല്ലല്ലോ. അപ്പോൾ ഈ ആംഗികം മുദ്രകൾ അത് മനസ്സിലാക്കാൻ സാധിക്കണം. പിന്നെ അതേമാതിരി തന്നെ ഈ കളി കാണുമ്പോൾ, കളി കാണാൻ ആഗ്രഹിക്കുന്നവർ പുരാണ കഥകളെ സംബന്ധിച്ച് അങ്ങേറ്റവും മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മളുടെ ഹിന്ദു പുരാണങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. ആ ഹിന്ദു പുരാണങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രഹിതം ആസ്വാദകർക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മുദ്രകളെ സംബന്ധിച്ച് ഒരു സാമാന്യ വിവരം ഉണ്ടാവണം. ഇത് ഇല്ലാത്തവർ ധാരാളമുണ്ട്. പക്ഷേ അവരെ ആസ്വദിപ്പിക്കാൻ സ്വതവേ നാട്യധർമ്മി മാത്രമാണ് ഈ കഥകളിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം തന്നെ ഉണ്ട്. പക്ഷേ ഈ നാട്യധർമ്മി മാത്രമാവുമ്പോൾ ആസ്വാദകർക്ക്, അതായത് ഈ പറഞ്ഞതൊന്നും സ്വതവേ ഉൾക്കൊള്ളാൻ, അതായത് മുദ്രകളും പുരാണങ്ങളും അങ്ങേയറ്റം മുഴുക്ക മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് നാട്യധർമ്മി മാത്രമാവുമ്പോൾ കഥകളി ആസ്വദിക്കാൻ കുറേയധികം വിഷമതകൾ ഉണ്ടായിത്തീരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിത്തീരാതിരിക്കാൻ ഈ നാട്യധർമ്മിയുടെ കൂടെ തന്നെ കുറച്ച് ലോകധർമ്മി കൈകാര്യം ചെയ്തുകൊണ്ട് നാട്യധർമ്മി വിടാതെ, അപ്പോൾ കുറച്ച് ലോകധർമ്മിയും കൂടിയും കൈകാര്യം ചെയ്തും കൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാർക്ക്, പണ്ഡിതന്മാർക്ക് മാത്രമല്ല പാമരന്മാർക്ക് കൂടി ആസ്വദിക്കാൻ സാധിക്കത്തക്കവണ്ണം ഒരു കലാകാരൻ കഴിയുന്നതും അത് ശ്രദ്ധിച്ച് രംഗത്ത് അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും.